നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് വൊക്കാബുലറി ആൻഡ് ഗ്രാമർ രണ്ട് പോർഷൻസും കൂടി കമ്പൈൻ ചെയ്ത് ഒരു 50 നല്ല ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാ മേഖലകളും കവർ ചെയ്തിട്ടുള്ള ഒരു 50 ചോദ്യങ്ങൾ. ഓക്കെ, PSC ബുള്ളറ്റിനിൽ പ്രസിദ്ധീകരിച്ച ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, ദ കളക്റ്റീവ് നൗൺ ഫോർ പോയംസ്. ഓക്കെ, പോയംസിന്റെ കളക്റ്റീവ് നൗൺ എന്താണ്? ആന്തോളജി ആണ്. നമ്മുടെ നാഷണൽ ആന്തം എന്നൊക്കെ ആലോചിച്ചാൽ മതി. പോയത്തിന്റെ കളക്റ്റീവ് നൗൺ ആണ് ആന്തോളജി. ബൊക്കെ എന്ന് പറയുമ്പം എന്താണ്? ഫ്ലവേഴ്സിന്റെ ഒരു കൂട്ടമാണ് ബൊക്കെ. ഗാർലാൻഡ് എന്ന് പറഞ്ഞാലും ഫ്ലവേഴ്സിന്റെ കൂട്ടമാണ്. ക്ലസ്റ്റർ എന്ന് പറയുന്നത് ക്ലസ്റ്റർ ഓഫ് സ്റ്റാർസ് എന്ന് പറയാറുണ്ട്. ക്ലസ്റ്റർ ഓഫ് സ്പൈഡേഴ്സ് എന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ കളക്റ്റീവ് നൗൺ ഫോർ പോയംസ് ആന്തോളജി. അടുത്തത്, ലിസ്റ്റ് ഓഫ് ഹെഡിങ്സ് ഓഫ് ദ ബിസിനസ് ടു ബി ട്രാൻസാക്റ്റഡ് ഇൻ എ മീറ്റിംഗ്. അതായത് നമ്മളിപ്പോൾ ഒരു മീറ്റിംഗ് നടക്കുവാണ്. ആ മീറ്റിംഗിൽ നടക്കേണ്ട കാര്യങ്ങളെ പറ്റിയുള്ള ഹെഡിങ്സ് മാത്രം എഴുതിയ ഒരു ലിസ്റ്റ്. അതിനെ പറയുന്ന പേരെന്താണ്? അജണ്ട. എന്താണ്? അജണ്ട. ആ മീറ്റിംഗിന്റെ അജണ്ട എന്നൊക്കെ പറയാറില്ലേ? അജണ്ടയാണ് ഉത്തരം. അടുത്തത്, വൺ ഹു ഡസ് നോട്ട് ബിലീവ് ഇൻ ഗോഡ്. നിരീശ്വരവാദിയെ ഒറ്റ വേർഡ് എന്താ? എത്തീസ്റ്റ്. എത്തീസ്റ്റിന്റെ ഓപ്പോസിറ്റ് തീസ്റ്റ്. ഓക്കെ. അടുത്തത്, ദ ഫ്രേസ് ലെറ്റ് ഓഫ് മീൻസ്. ലെറ്റ് ഓഫ് എന്ന വേർഡിന്റെ അർത്ഥം എന്താ? ടു എസ്ക്യൂസ് ഫ്രം പെനാലിറ്റി. ശിക്ഷയിൽ നിന്ന് മോചിതനാകുക. അതാണ് ടു എസ്ക്യൂസ് ഫ്രം പെനാൽറ്റി. ലെറ്റ് ഓഫ്. അഞ്ചാമത്തെ ചോദ്യം, ദ മീനിങ് ഓഫ് ബ്രെവിറ്റി. ബ്രെവിറ്റി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? കോൺസൈസ്നെസ്. കോൺസൈസ്നെസ് എന്ന് വെച്ചാൽ സംക്ഷിപ്ത രൂപം. സംക്ഷിപ്ത രൂപം, അതാണ് കോൺസൈസ്നെസ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ദ ഗവൺമെന്റ് റിജക്റ്റഡ് ഓൾ ദ ഡിമാൻഡ്സ്. റീപ്ലേസ് ദ വേർഡ് അണ്ടർലൈൻ വിത്ത് ദ റൈറ്റ് ഫ്രേസ്. അപ്പോൾ റിജക്റ്റഡിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഫ്രേസൽ വെർബ് ഏതാണ്? റിജക്റ്റ് ചെയ്യുക. ടേൺ ഡൗൺ. ടേൺ ഡൗൺ ആണ് റിജക്റ്റഡ്. പുട്ട് ഔട്ട് എന്ന് വെച്ചാൽ എന്താണ്? ഹി പുട്ട് ഔട്ട് ദ ലാമ്പ്. അണയ്ക്കുക. അവൻ വിളക്കണച്ചു. അതാണ് ഹി പുട്ട് ഔട്ട് ദ ലാമ്പ്. മേക്ക് ഔട്ട് എന്ന് വെച്ചാൽ എന്താണ്? മെയ്ഡ് ഔട്ട്. മേക്ക് ഔട്ടിന്റെ പാസ്റ്റ് ആണ് മെയ്ഡ് ഔട്ട്. അണ്ടർസ്റ്റാൻഡ്. അണ്ടർസ്റ്റാൻഡ് ആണ്. ഓക്കെ. നിങ്ങൾ PSC പരീക്ഷകളെ വളരെ സീരിയസ് ആയിട്ട് സമീപിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഉന്നത റാങ്ക് കരസ്ഥമാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്പ് ഞാൻ പറഞ്ഞു തരാം. അൺഅക്കാഡമി. അൺഅക്കാഡമിയിൽ കേരള PSCക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളി കോഴ്സുകളാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. റാങ്കുകളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന മൻസൂർ അലി കാപ്പുങ്കൽ സാർ ഉൾപ്പെടെയുള്ള ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് നയിക്കുന്ന 100 ദിവസത്തെ LDC മെയിൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ജൂൺ 30. ഈ കോഴ്സിന്റെ പേര് ജേതാവ് എന്നാണ്. ഈ കോഴ്സ് 10% ഡിസ്കൗണ്ടോടുകൂടി കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ടോടുകൂടി ഈ കോഴ്സ് കിട്ടുന്നതാണ്. ഇതിൽ 11 എഡ്യൂക്കേറ്റേഴ്സ് ആണ് ക്ലാസ് എടുക്കുന്നത്. ടോപ്പിക്സ് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിലാണ്. അടുത്ത ചോദ്യം, ഷീ ഹാസ് നോട്ട് ഫുള്ളി റിക്കവേർഡ് ഡാഷ് ദ ഷോക്ക്. റിക്കവേർഡ് ഡാഷ് ദ ഷോക്ക്. റിക്കവേർഡ് ഫ്രം ദ ഷോക്ക്. അവൾ ഇതുവരെയും ആ ഷോക്കിൽ നിന്നും മോചിതയായിട്ടില്ല. ഓക്കെ, റിക്കവേർഡ് ഫ്രം ദ ഷോക്ക്. I shall avail dash of your advice. I shall avail myself of your advice. I shall avail myself of your advice. My book is the old one. Dash is the torn one. എൻ്റെ ബുക്ക് പഴയതാണ്, നിന്റേത് കീറിയതാണ്. അപ്പൊ നിന്റേത് എന്ന് പറയുമ്പോൾ എന്താണ്? യുവേഴ്സ്. യുവേഴ്സ് ആണ് നിന്റേത്. യുവേഴ്സ്. 10ാമത്തെ ചോദ്യം, ഹോബ്സൺസ് ചോയ്സ് എന്ന് വെച്ചാൽ എന്താണ്? ചോയ്സ് ഓഫ് ടേക്കിംഗ് വാട്ട് ഈസ് അവൈലബിൾ ഓർ നത്തിങ് അറ്റ് ഓൾ. ചോയ്സ് ഓഫ് ടേക്കിംഗ് വാട്ട് ഈസ് അവൈലബിൾ. അപ്പോൾ എന്താണോ ഉള്ളത് അത് എടുക്കാനുള്ളൊരു ചോയ്സ്. ചോയ്സ് ഓഫ് ടേക്കിംഗ് വാട്ട് ഈസ് അവൈലബിൾ ഓർ നത്തിങ് അറ്റ് ഓൾ. ഓക്കെ, അതാണ് ഹോബ്സൺസ് ചോയ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അടുത്ത 11ാമത്, ഇതൊരു BYQ ആണ്. എ ബേക്കേഴ്സ് ഡസൻ. ബേക്കേഴ്സ് ഡസൻ എന്ന് പറയുമ്പോൾ എത്ര എണ്ണമാണ്? 13 എണ്ണത്തിനെയാണ് ബേക്കേഴ്സ് ഡസൻ എന്ന് പറയുന്നത്. അടുത്ത വേർഡ് ചരിഷ്മ. ചരിഷ്മയുടെ മീനിങ് എന്താണ്? മാഗ്നറ്റിക് അപ്പീൽ ആണ്. മാഗ്നറ്റിക് അപ്പീൽ, അതായത് ചാമിങ് എന്നൊക്കെ പറയും. ചാമിങ്, അതാണ് ചരിഷ്മ. അടുത്തത്, വിച്ച് ഈസ് കറക്റ്റ്ലി സ്പെൽഡ്. അഡോളസെൻസിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് എന്താണ്? ഓപ്ഷൻ D ആണ്. അഡോൾ
ADOLE, അഡോൾ എന്ന് എഴുതിയിട്ട് സെൻസ്, SCENCE, അതാണ് അഡോളസെൻസ്. അടുത്ത ചോദ്യം, when the boys dash in the field they heard an explosion. ബോയ്സ് ഫീൽഡിൽ എന്തോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവരൊരു എക്സ്പ്ലോഷൻ, ഒരു പൊട്ടിത്തെറി കേട്ടു. അപ്പോൾ when the boys കളിച്ചുകൊണ്ടിരുന്നപ്പോൾ, when the boys were playing in the field, അവര് ഫീൽഡിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു എക്സ്പ്ലോഷന്റെ സൗണ്ട് കേട്ടു. അടുത്തത്, ലീല സെഡ് ഐ റോട്ട് എ ലെറ്റർ. ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് മാറ്റാം. അപ്പോൾ ഐ റോട്ട് എ ലെറ്റർ എന്ന് പറയുമ്പം സിമ്പിൾ പാസ്റ്റ് ആണ് അല്ലെ, V2 ഫോം ആണ്. സിമ്പിൾ പാസ്റ്റിനെ എങ്ങനെയാണ് ആക്കുന്നത്? പാസ്റ്റ് പെർഫെക്റ്റ്, ഹാഡ് പ്ലസ് V3 വരുന്ന ഒരു ഓപ്ഷനല്ലേ ഉള്ളൂ, ഓപ്ഷൻ സി. ലീല സെഡ് ദാറ്റ് ഷീ ഹാഡ് റിട്ടൺ എ ലെറ്റർ. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ഹാഡ് പ്ലസ് V3 ഫോം. ഓക്കെ. അടുത്ത ചോദ്യം, ദ ഓപ്പോസിറ്റ് ഓഫ് ദ വേർഡ് പ്രൈസ്, പ്രശംസിക്കുക. പ്രൈസ് ഓപ്പോസിറ്റ് എന്താ? കണ്ടം ആണ് അതിന്റെ ഓപ്പോസിറ്റ്. അടുത്തത്, choose the appropriate word that has the similar meaning of the word authentic. Authenticന്റെ meaning accurate ആണ്. Authentic, accurate. അടുത്ത ചോദ്യം, the opposite of affinity. Affinity എന്ന് പറയുമ്പോഴത്തേക്കും അടുപ്പം. ഓക്കെ, അതിന്റെ ഓപ്പോസിറ്റ് എന്താ? Hated, വെറുപ്പ്, അകൽച്ച. They cancelled the tour due to dash weather. ഓപ്ഷൻ ഡി, ഇൻക്ലിമെന്റ് വെദർ. ഇൻക്ലിമെന്റ് എന്ന് വെച്ചാൽ എന്താണ്? പ്രതികൂല കാലാവസ്ഥ, പ്രതികൂലമായ, അതാണ് ഇൻക്ലിമെന്റ് എന്നുള്ള വാക്ക്. ഇന്റർമീഡിയന്റ് എന്ന് വെച്ചാൽ എന്താ? ഇടവിട്ടുള്ളതാണ് ഇന്റർമീഡിയന്റ്. ഓക്കെ. അടുത്ത ചോദ്യം, മോഹൻ ഹാസ് വിസിറ്റഡ് ഓൾ ദി സിറ്റീസ് ഇൻ കേരള സിൻസ് ഹി ഡാഷ് വർക്കിംഗ് ഇൻ ദ റോഡ് ട്രാൻസ്പോർട്ട്. ഹാസ് ബീൻ വർക്കിംഗ്, കാരണം എന്താ? ഹാസ് വിസിറ്റഡ് ആണ് അല്ലെ, പ്രസന്റ് പെർഫെക്റ്റ് ആണ്. അപ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് തന്നെയാണ് ചേർക്കാറുള്ളത്. ഹാസ് ബീൻ വർക്കിംഗ് ആണ്. ഓക്കെ. ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഡാഷ് ഡൺ വെൽ. ഈച്ച് ഓഫ് കഴിഞ്ഞ് പ്ലൂറൽ സബ്ജക്റ്റും സിംഗുലാർ വെർബും ആണ്. ഇവിടെ സിംഗുലാർ ഏതാണ്? ഹാസ് മാത്രമേ ഉള്ളൂ. ഹാസ് ആണ് ഉത്തരം. എ പേഴ്സൺ ഹു ട്രീറ്റ്സ് മെന്റൽ ഡിസീസസ് ഈസ് കോൾഡ്. മാനസിക രോഗം ട്രീറ്റ് ചെയ്യുന്ന ആളെ എന്താ പറയുന്നത്? സൈക്യാട്രിസ്റ്റ്. സൈക്യാട്രിസ്റ്റിന്റെ സ്പെല്ലിംഗ് കൂടി നോക്കാം. PSYCHIATRIST, സൈക്യാട്രിസ്റ്റ്. അടുത്തത്, ഐ കാൺട്ട് ഹെൽപ്പ് യു ഡാഷ് യു ടെൽ മീ ദ ട്രൂത്ത്. എനിക്ക് നിങ്ങളെ സഹായിക്കാനാവില്ല. എപ്പോഴാണ്? അൺലെസ് യു ടെൽ മീ ദ ട്രൂത്ത്. നിങ്ങൾ സത്യം പറയുന്നത് വരെ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ ആവില്ല. ദ ഫെമിനൈൻ ജെൻഡർ ഓഫ് കോൾട്ട്. കോൾട്ടിന്റെ ഫെമിനൈൻ ജെൻഡർ എന്താ? ഫിലി ആണ് കോൾട്ടിന്റെ ഫെമിനൈൻ ജെൻഡർ. പെർസിസ്റ്റിംഗ് ടയർലെസ്ലി, ഇൻഡിഫാറ്റിഗബിൾ. ഫാറ്റിഗ് എന്ന് പറയുമ്പം ഒരു തളർച്ചയാണ്. അപ്പം ഇൻഡിഫാറ്റിഗബിൾ എന്ന് പറയുമ്പം ടയർലെസ്ലി, തളർച്ചയില്ലാതെ നിൽക്കുക. ഓക്കെ. അടുത്ത ചോദ്യം, ഐ ക്യാൻ റൈറ്റ് എ ബുക്ക് ഡാഷ് ഗ്രാമർ. എനിക്ക് ഗ്രാമറിനെ പറ്റി ഒരു ബുക്ക് എഴുതാൻ പറ്റും. ഓൺ ഗ്രാമർ ആണ് ഉത്തരം. ഓൺ ഗ്രാമർ. You should adapt yourself dash the conditions of this place. You should adapt yourself. ഈ ഒരു സാഹചര്യത്തോട് നീ പൊരുത്തപ്പെടണം. You should adapt. അപ്പോൾ to the conditions ആണ്. To the conditions. You should adapt yourself to the conditions of this place. അടുത്തത്, a decision on which one cannot go back. അതായത് ഒരാൾക്കും പിൻവലിയാൻ പറ്റാത്ത ഒരു ഡിസിഷൻ. എന്താണ് അതിന്റെ വൺ വേർഡ്? ഇറിവോക്കബിൾ ആണ്. A decision on which one cannot go back. അടുത്തത്, the first person who dash the answer will be awarded the prize. The first person എന്ന് പറയുമ്പോൾ ആ ഒരാളെ പറ്റിയാണ് പറയുന്നത്. അപ്പം സിംഗുലാർ ആണല്ലോ. who answers. ഓക്കെ. ആൻസർ വരാത്തത്, ആൻസർ എന്താ? പ്ലൂറലിന്റെ കൂടെയാണ് ചേർക്കുന്നത്. ആൻസേഴ്സ് വരാൻ കാരണം വിൽ ബി അവോർഡഡ്, ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യം ഇപ്പൊ നമ്മൾ പറയുമ്പോൾ അത് ഏതിൽ പറയണം? സിമ്പിൾ പ്രസന്റ് ടെൻസിൽ വേണം പറയാൻ. അടുത്തത്, യു ത്രോ ഇറ്റ് എവേ. ക്വസ്റ്റ്യൻ ടാഗ്. ത്രോ എ സ്പ്ലിറ്റ് ചെയ്യുക. ഡു പ്ലസ് ത്രോ. സെന്റൻസ് പോസിറ്റീവ്, അപ്പോൾ നെഗറ്റീവ് ടാഗ്. ഡോണ്ട് യു. ഓപ്ഷൻ ഡി. ഹി ഈസ് ഡാഷ് ഫോർ ഹിസ് ഈവിൽ ഡീഡ്സ്. അവന്റെ തിന്മ പ്രവൃത്തി കൊണ്ട് അവൻ എന്താണ്? നൊട്ടോറിയസ് ആണ്. ഹി ഈസ് നൊട്ടോറിയസ് ഫോർ ഹിസ് ഈവിൽ ഡീഡ്സ്. ഓപ്ഷൻ ഡി.
A polite or a gentle way of saying something nasty. A polite or gentle way of saying something nasty. One word എന്താ? Euphemism. Euphemism. Vindication എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ്. Vindication എന്നതിന്റെ ഓപ്പോസിറ്റ് accusation. Accusation ആണ് vindicationന്റെ ഓപ്പോസിറ്റ്. Which of the following words is correctly spelled? Ceremonious. Ceremonious spelling option B ആണ്. CEREMONIOUS. Ceremonious. Neck and crop. Neck and crop എന്ന് വെച്ചാൽ എന്താണ്? Totally and completely. Neck and crop എന്ന് വെച്ചാൽ ഐഡിയത്തിന്റെ മീനിങ് എന്താണ്? Totally and completely. ആരതി could not dash what they were saying. ആരതിക്ക് അവർ പറയുന്നത് മനസ്സിലായില്ല. Make out. നേരത്തെ പറഞ്ഞു made out. അതിന്റെ പാസ്റ്റ് make out. അടുത്ത ചോദ്യം, ദ സിനോണിം ഓഫ് പ്രിക്കേരിയസ്. പ്രിക്കേരിയസിന്റെ ഓപ്പോസിറ്റ് എന്താ? ഡേഞ്ചറസ്. ഡേഞ്ചറസ്. പ്രിക്കേരിയസ്. ഇങ്ങനെ ഓർത്താൽ മതി. കെയർ ചെയ്യാനുള്ള, നമുക്ക് കെയർ ചെയ്യണം, മുന്നേ കെയർ ചെയ്യണം. എന്തുകൊണ്ട്? അത് ഡേഞ്ചറസ് ആയതുകൊണ്ട്. പ്രിക്കേരിയസ് അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. പ്രിക്കേരിയസ് എന്ന് വെച്ചാൽ ഡേഞ്ചറസ്. ദ പോലീസ് ഹാവ് മെയ്ഡ് ഹെഡ് അവേ വിത്ത് ദെയർ ഇൻവെസ്റ്റിഗേഷൻ. ഹിയർ ഹെഡ് അവേ, അവരുടെ ഇൻവെസ്റ്റിഗേഷനിൽ അവർക്ക് പുരോഗതി ഉണ്ടായി. ഹെഡ് അവേ എന്ന് വെച്ചാൽ എന്താ? മെയ്ഡ് പ്രോഗ്രസ്. ഓക്കെ. ബോൺ വോയേജ്. വോയേജ് എന്ന് പറയുമ്പം ജേർണി ആണ്. ബോൺ എന്ന് പറയുമ്പം ഹാവ് എ പ്ലസന്റ് ജേർണി. ഹാവ് എ പ്ലസന്റ് ജേർണി. ദ സെന്റൻസ് സിമിലർ ഇൻ മീനിങ് ടു ഇഫ് യു ഡോണ്ട് ട്രൈ ഷീ വിൽ ടേക്ക് ഇറ്റ് അവേ. നീ ട്രൈ ചെയ്തില്ല എങ്കിൽ അവൾ അത് എടുത്തുകൊണ്ട് പോകും. ഓക്കെ. എന്താ അതിന് മീനിങ്? അതിന്റെ സെയിം മീനിങ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ബി സി ഡി നമ്മൾ വായിക്കുമ്പോൾ ഓപ്ഷൻ എ ആണ്. അൺലെസ് യു ട്രൈ ഷീ വിൽ ടേക്ക് ഇറ്റ് എവേ. അൺലെസ് യു ട്രൈ ഷീ വിൽ ടേക്ക് ഇറ്റ് എവേ ആണ്. ദേ വർക്ക് ഡാഷ് നൈറ്റ് ആൻഡ് സ്ലീപ് ബൈ ഡേ. അവര് രാത്രിയിൽ ജോലി ചെയ്യും, രാവിലെ ഉറങ്ങും. അപ്പൊ ഡ്യൂറിംഗ് നൈറ്റ്. ദേ വർക്ക് ഡ്യൂറിംഗ് നൈറ്റ് ആൻഡ് സ്ലീപ് ബൈ ഡേ. സോറി ഹി കാൺട്ട് അറ്റൻഡ് ദ കോൾ. ഹി ഡാഷ് എ ബാത്ത്. ഹി കാൺട്ട് അറ്റൻഡ്, അവന് കഴിയില്ല. കാരണം എന്താ? അവൻ കുളിക്കുകയാണ്. ഹി ഈസ് ടേക്കിംഗ് എ ബാത്ത്. ഓക്കെ. He filled the glass with water to the brim. Brim ആണ്. Brim എന്തുകൊണ്ട് ഉത്തരമായിട്ട് കിട്ടി? മാർജിൻ, എഡ്ജ്, ബ്രിം, റിം. ഇവിടെ ബ്രിം, റിം രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് കൺഫ്യൂഷൻ ആയിട്ട്. അപ്പൊ എന്തായാലും നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു വാക്കായിരിക്കുമല്ലോ ബ്രിം. അങ്ങനെ വേണമെങ്കിൽ നമുക്കൊരു ഇത് കണ്ടുപിടിക്കാം. ഓക്കെ. അടുത്തത്, ഐ മെറ്റ് ഡാഷ് യൂറോപ്യൻ അറ്റ് ദ പാർട്ടി. യൂറോപ്യൻ, യു വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മലയാളത്തില് യു എന്ന് പറയുമ്പോൾ വ്യഞ്ജനാക്ഷരമാണ്. അപ്പൊ എ യൂറോപ്യൻ. ഐ ആസ്ക്ഡ് ദ കാർപ്പന്റർ ടു റിപ്പയർ ദ ബ്രോക്കൺ കർട്ടൻ. ദ വേർഡ് ബ്രോക്കൺ ഈസ് എ ബ്രോക്കൺ. ബ്രേക്ക്, ബ്രോക്ക്, ബ്രോക്കൺ. ബ്രേക്ക് പ്രസന്റ് ടെൻസ്, ബ്രോക്ക് പാസ്റ്റ്, ബ്രോക്കൺ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. V3 ആണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. The meaning of idiom leave no stone unturned. Leave no stone unturned എന്ന് പറഞ്ഞാൽ try all means എല്ലാ വഴിയും ട്രൈ ചെയ്തു. അതാണ് leave no stone unturned എന്ന് പറയുന്നത്. എല്ലാ വഴിയും ട്രൈ ചെയ്തു. Express one's opinion without evidence or full knowledge. Concede ആണ്. Concede. അതായത് എവിഡൻസ്, തെളിവോ അതുപോലെ മുഴുവനായിട്ട് അറിവോ ഇല്ലാതെ ഒരാളുടെ ഒപ്പീനിയൻ പറയുക. അതിനെയാണ് എന്ത് പറയുന്നത്? കൺസീഡ് എന്ന് പറയുന്നത്. ലാസ്റ്റ് ഇയർ മൈ അങ്കിൾ ഡാഷ് എ ലാപ്ടോപ്പ് ഫ്രം ഇംഗ്ലണ്ട്. ലാസ്റ്റ് ഇയർ, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് ഡേ എന്നൊക്കെ പറയുമ്പോൾ V2 ആണ്. സിമ്പിൾ പാസ്റ്റ് ആണ് ചേർക്കേണ്ടത്. അപ്പം ഏതാണ്? ബ്രോട്ട് ആണ്. ബ്രിങ്ങിന്റെ ബ്രോട്ട്. ബ്രിങ്, ബ്രോട്ട്. ഓക്കെ. V2 ബ്രോട്ട് ആണ്. മെറ്റൽസ് ഡാഷ് വെൻ ദേ ആർ ഹീറ്റഡ്. മെറ്റൽസ് എന്താ ചെയ്യുന്നത്? എക്സ്പാൻഡ് ആണ് ചെയ്യുന്നത് ഹീറ്റ് ചെയ്യുമ്പോൾ. അടുത്ത ചോദ്യം, ചൂസ് ദ ഓപ്പോസിറ്റ് ഓഫ് ഡെസ്പെയർ. ഡെസ്പെയർ എന്ന് പറയുമ്പോൾ ഡെസ്പെയർ ഒരു നിരാശ അല്ലെ? അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്താ? ഹോപ്പ്. ഒരു പ്രത്യാശ, ഹോപ്പ്. ഓക്കെ. അപ്പൊ ഈ 50 ചോദ്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും കാണാം. താങ്ക് യു. നിങ്ങളിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം, അതായത് ഡിഗ്രി ലെവൽ എക്സാംസിന് വേണ്ടിയിട്ടാണെങ്കിൽ 70 ഡേ ഒരു ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ജൂലൈ 1 ഇതിൽ 9 എഡ്യൂക്കേറ്റേഴ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത്. 9 ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ്. ഈ കോഴ്സും ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. കൂടാതെ നിങ്ങളുടെ കയ്യിലുള്ള കോയിൻസും കൂടി കൊടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ 9% കൂടി കിട്ടുന്നതാണ്. അങ്ങനെ ടോട്ടൽ 19% നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്.
കൂടാതെ അൺഅക്കാഡമിയിൽ HSA സോഷ്യൽ സയൻസിന് വേണ്ടി ജൂൺ 23 ഓൾറെഡി ഒരു കോഴ്സ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇതിൽ മൻസൂർ അലി സാറും രഞ്ജിത്ത് സാറുമാണ് ക്ലാസ് എടുക്കുന്നത്. ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ആണ് ഇവർ രണ്ടുപേരും. ഈ കോഴ്സും ഒറ്റ സബ്സ്ക്രിപ്ഷൻ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടുന്ന ആ ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ ഈ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഈ എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ.